രാവിലെ തന്നെ ചന്ദ്രയാണെങ്കിൽ രേവതി ചൊറിഞ്ഞൊറിഞ്ഞിരിക്കാണ് കേട്ടോ. രേവതി പറയുന്നുണ്ട്, അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പാ? ഞാനവിടെ മര്യാദയ്ക്ക് ജോലി ചെയ്യല്ലേ? വെറുതെ എന്നെ ജോലി എങ്കിലും ചെയ്യാൻ സമ്മതിക്ക്. എന്തിനാ വെറുതെ എന്റെ മെക്കിട്ട് കയറാൻ വരുന്നത്? ചന്ദ്ര പറയാണ്, ഓ പിന്നെ നീ വലിയ സർക്കാർ ഉദ്യോഗസ്ഥയല്ലേ, അടുക്കളപ്പണിയില്ലേ നീ ചെയ്യുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞത് കേട്ടോന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേവതി പറയാണ്, അതെ ഒന്നും സംഭവിക്കുന്നില്ല. ദയവ് ചെയ്ത് എന്നെ ഒന്ന് വെറുതെ ഇടൂ, ഞാൻ ഈ ജോലിയും തീർക്കട്ടെ. എനിക്ക് പുറത്ത് വേറെ പണിയുണ്ട്, എനിക്ക് അതിനും പോണം. പിന്നെ വലിയ പണി 50 രൂപയ്ക്കും 10 രൂപയ്ക്കും കെട്ടിക്കൊടുക്കാനായിട്ട് നീ പോകുന്നത്, അല്ലാതെ എന്ത് പണിക്ക് പോവാനാ? എന്താണെങ്കിലും ഓരോ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. 10 രൂപയാണെങ്കിൽ അത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാ. അതുകൊണ്ട് എന്റെ വേറപ്പിന്റെ വിലയുണ്ട് ആ പണത്തിന്. അതുകൊണ്ട് എനിക്കത് വലുത് തന്നെയാ. പിന്നെ വലുത് തന്നെ. അതേടി, നിന്നെപ്പോലുള്ള എച്ചുകളൊക്കെ അങ്ങനെ പറയുള്ളൂ. ശ്രുതിനെ വർഷനെയൊക്കെ കണ്ടുപഠിക്ക്. എത്ര രൂപയാ അവളുമാരെ മാസം ഉണ്ടാക്കുന്നത്? അവരുടെ അച്ഛന്മാരുണ്ടാക്കിയിട്ടേക്കുന്ന സ്വത്തുക്കളോ? നിന്റെ അച്ഛനൊക്കെ എന്തുണ്ടാക്കിയിട്ടിട്ട് ഞാൻ ചോദിക്കാണ്. എന്റെ അച്ഛൻ ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടില്ല. ഞങ്ങൾ 3 മക്കളാണ്, അതാണ് എന്റെ അച്ഛന്റെ സ്വത്ത്. അത് മാത്രമേ ഉള്ളൂ എന്റെ അച്ഛന്റെ സ്വത്തായിട്ട് എന്ന് പറയുന്നുണ്ട്. അതിന് നിങ്ങളുടെ അച്ഛന്റെ ആണോന്ന് ആർക്കറിയാം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രേവതിക്ക് അത് കേട്ട് ആകെപ്പാടെ അങ്ങ് വിറച്ചു പോവാണ്. അമ്മ എന്താ ഇപ്പൊ പറഞ്ഞത്? ഞാൻ പറഞ്ഞതേ നീ കേട്ടില്ലേ? നിന്റെ അച്ഛനും മക്കൾ തന്നെയാണോ നിങ്ങളെന്നേ ആർക്കറിയാം. പല സ്വഭാവമല്ലേ 3നും. നിന്റെ അനിയത്തിലെ നിന്റെ സ്വഭാവം വേറെ, നിന്റെ അനിയന്റെ സ്വഭാവോ അത് വേറെ. കള്ളനും പോക്കരിയും അതുപോലെ തന്നെ കണ്ട ഗുണ്ടകളുമായിട്ടല്ലേ അവന്റെ കൂട്ടുകെട്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നിന്റെ അച്ഛന്റെ മക്കൾ തന്നെയാണോ 3 പേരെന്ന്. അമ്മയോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാൻ അമ്മയുടെ മരുമകളായിരിക്കും, പക്ഷേ ഞാൻ ഈ വീട്ടിലെ വേലക്കാരി ഒന്നുമല്ല. അത് മാത്രമല്ല, മരുമകളാണെന്നും പറഞ്ഞ് അമ്മയ്ക്ക് എന്ത് തോന്നിവാസം പറയാനുള്ള ലൈസൻസ് ഒന്നും അല്ല. അത് അമ്മ ഇനി പറഞ്ഞാല് എന്റെ സ്വഭാവം മാറും എന്ന് പറയുമ്പോഴേക്കും നീ എന്ത് ചെയ്യടി? ഞാൻ ഇനിയും പറയും, നീ എന്നെ തല്ലൂ എന്ന് ചോദിക്കാണ്. ഛേ, അമ്മയെ പോലെ സംസ്കാരത്തിലൊരു സ്ത്രീയെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ മുഖത്ത് നോക്കി ഒരാളോട് ഇങ്ങനെ ചീത്ത പറയാൻ അമ്മയ്ക്ക് എങ്ങനെ മനസ്സ് തരുന്നു? അമ്മയെ പോലെ ഒരാളുടെ മരുമകളാണെന്ന് ഞാനെന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേട് തോന്നുക. നീ പറയണ്ട, ആരോടും നീ പറയണ്ട. എനിക്കുള്ള താല്പര്യമില്ല. നീ എന്റെ മരുമകളാണെന്ന് പറഞ്ഞേ എനിക്ക് തുള്ളി പോലെ ഇഷ്ടമില്ല. ആര് ചോദിച്ചാലും നീ എന്റെ വീട്ടിലെ വേലക്കാരിയാണെന്നാ ഞാൻ പറയുന്നത്. അതേ അമ്മയ്ക്ക് അതിനുള്ള യോഗ്യതയുള്ളൂ. അല്ലാതെ എന്നെ പോലെ ഒരു മരുമകളെയൊന്നും മരുമകളെ സ്വീകരിക്കാനുള്ള യോഗ്യതയൊന്നും അമ്മയ്ക്കില്ല. അമ്മയുടെ നാക്കേ അത്രയ്ക്ക് വൃത്തിയുടെ നാക്കാണ്. എന്താണ് നീ പറഞ്ഞത്? എന്റെ നാക്ക് വൃത്തിയോടാണെന്നോ? ഞാൻ നാക്ക് മാത്രമായിരിക്കും. നിന്നെ പോലെ വന്ന് കയറിയ പിന്നെ ഈ വീട് ആകെപ്പാടെ അശുദ്ധമായി എന്ന് പറയാണ്. രാവിലെ എഴുന്നേറ്റ് ഈ വീടും പരിസരം മുഴുവൻ വൃത്തിയാക്കുന്നത് ഞാനുണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നിങ്ങൾ കഴിക്കുന്നത്? എന്താ അത് അശുദ്ധിയല്ലേ എന്ന് ചോദിക്കാണ്. എങ്ങനെ കഴിക്കാതിരിക്കും? എന്റെ മക്കളും കൂടി സമ്പാദിച്ചുകൊണ്ട് തരുന്ന കാശല്ലേ നീ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് കഴിക്കുന്നത്. അതെ, നിങ്ങളുടെ മക്കൾ മാത്രമല്ല, ഞാനും എന്റെ സച്ചിയേട്ടനും അതിനൊരു വിഹിതം തരുന്നുണ്ട്. അതാണ് ഞാൻ കഴിക്കുന്നത് എന്ന് പറയുന്നത് കേട്ടോ. എന്നിട്ട് രേവതി പറയാണ്, നിങ്ങൾ എന്നെ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ അച്ഛനമ്മയെ കുറിച്ച്, അതിനുള്ള മറുപടി നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളാണല്ലോ ശിക്ഷ അനുഭവിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നും പറഞ്ഞിട്ട് രേവതി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാതിരിക്കും. അപ്പോഴാണ് കൃത്യമായി നമ്മുടെ സച്ചി അങ്ങോട്ടേക്ക് കയറി വരുന്നത് കേട്ടോ. സച്ചി ചോദിക്കാണ്, രേവതി എന്താ പറ്റി? നീ എന്തിനാ ഇങ്ങനെ കരഞ്ഞത്? ആകെപ്പാടെ തളർന്നു വല്ലത് ആവശ്യമായല്ലോ. എന്ത് പറ്റി? അമ്മ എന്തെങ്കിലും പറഞ്ഞോ? രേവതി ചോദിക്കാണ്. അതെന്താ സച്ചിയേട്ടാ അങ്ങനെ ചോദിച്ചത്? അതെന്താ ഇന്നും നടക്കാത്ത കാര്യമല്ലാണോ? എല്ലാ ദിവസവും നിങ്ങളുടെ അമ്മ എന്നെ പറഞ്ഞോണ്ട് തന്നെ ഇരിക്കുന്നേ, പിന്നെ പ്രത്യേകിച്ച് ചോദിക്കാൻ വല്ല ഉണ്ടോ എന്ന് ചോദിക്കാണ്. ഞാൻ എപ്പോ വഴക്കുണ്ടാക്കാൻ പോയാലും നീ തന്നെയല്ലേ വേണ്ട സച്ചേട്ടാന്ന് പറഞ്ഞിട്ട് എന്നെ പിന്തിരിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാ ഞാൻ എന്ത് ചെയ്യാനാ? വേണ്ട സച്ചേട്ടാ, ഒന്നും പറയണ്ട. അവർ നാക്കുണ്ടല്ലോ പുഴുത്തു പോകത്തേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. രേവതി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇന്നേ വരെ നീ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. എന്തു പറ്റി രേവതി എന്ന് ചോദിക്കാണ്. നിങ്ങളുടെ അമ്മയല്ലാതെ ഒരു പിശാച, ഒരു രാക്ഷസി എന്നൊക്കെ പറയാണ്. അതും കേട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് ചന്ദ്ര. നീ എന്താണ് എന്നെ വിളിച്ചത്? രാക്ഷസിയാണോന്നോ? അതെ, നിങ്ങൾ രാക്ഷസി തന്നെയാ, ഒരു ഭീകരി എന്ന് പറയാണ്. സച്ചി ചോദിക്കാണ്, എന്താ രേവതി, എന്ത് പറ്റി നിനക്ക്? നീ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഇതുവരെ നീ ഇങ്ങനൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. അതെന്നെ കൊണ്ട് ഇവര് പറയിച്ച സച്ചേട്ടാ. ഇവരുണ്ടല്ലോ, ഇവര് താടക. ഈ കുടുംബം മാത്രമല്ല, ഈ ലോകം മുഴുവൻ നശിക്കാനേ ഇവർ നാക്ക് മാത്രം മതി എന്നൊക്കെ പറയുന്നുണ്ട്. രേവതി, നീ കൂളായിട്ട് അവിടെ ഇരിക്ക്. എന്താ സംഭവിച്ചെന്ന് പറ. എന്താ അമ്മ പറഞ്ഞത്? അമ്മ അതുപോലെ എന്തിനും പറയാതെ നീ ഇങ്ങനൊന്നും പറയില്ലെന്ന് എനിക്കറിയാം. എന്താ രേവതി, എന്താ പറ്റിയെന്ന് ചോദിക്കാണ്. അത് അവരോട് തന്നെ ചോദിക്കേ, അവരെന്താ പറഞ്ഞെന്ന് അവരോട് ചോദിക്കുന്നു പറയുന്നുണ്ട്. അപ്പോഴേക്കും രവിയും അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. എന്താ പ്രശ്നം? രേവതി മോളെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? രേവതി പറയാണ്, അച്ഛനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്, അതുകൊണ്ട് അച്ഛനുണ്ട് അത് ഉത്തരവാദിത്വം. എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛനാണെങ്കിലേ എന്നെ നോവിക്കാതെ സങ്കടപ്പെടുത്താൻ നോക്കേണ്ട ഉത്തരവാദിത്വം അച്ഛനുണ്ടെന്ന് പറയാണ്.
എന്താ മോളെ, എന്താ പ്രശ്നം? മോളെന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ചന്ദ്ര എന്ത് പറഞ്ഞാലും ഒന്ന് ചോദിക്കണ്ടെന്നല്ലേ മോള് പറയുള്ളൂ. ഇപ്പൊ പിന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കാണ്. ഇന്ന് ആ രാക്ഷസി അവർ അതിൽ വിട്ടു എന്ന് പറയുന്നുണ്ട്. രാക്ഷസിയോ? ഏത് രാക്ഷസി? ആ, അച്ഛന്റെ ഭാര്യ തന്നെ, ഈ നിൽക്കുന്ന സ്ത്രീ അവർ അതിൽ വിട്ടു എന്ന് പറയാണ്. മോൾ എന്തൊക്കെയാ പറഞ്ഞത്? ഇന്ന വരെ മോൾ ഇങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അച്ഛാ, അതിന് ഞാനും ചോദിച്ചത്. രേവതി ആകെപ്പാടെ വല്ലാത്തൊരു മാനസികാവസ്ഥയിലിരിക്കുക. അവള് വന്നപ്പോ തൊട്ട് ഇങ്ങനെ തന്നെയാ പറഞ്ഞേ. അമ്മയോട് ചോദിക്കാനാ പറഞ്ഞത്. എന്തായാലും അമ്മ അതുപോലെ എന്തിനും പറയാതെ രേവതി ഒരിക്കലും ഇങ്ങനെ പറയില്ല. എന്താ അമ്മ എന്താ പറഞ്ഞു ചോദിക്കാണ്. ഞാൻ ആരോടൊന്നും പറഞ്ഞിട്ടില്ല. നിന്റെ ഭാര്യയും അല്ലെ വേറെ കേട്ടതായിരിക്കും. എന്താ പറഞ്ഞത്? നിങ്ങളൊന്നും പറഞ്ഞില്ലേ? നിങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ? എന്നെയല്ല, എന്റെ അമ്മ അച്ഛനെ കുറിച്ചാ ഇവര് പറഞ്ഞത്. ഓഹോ, അപ്പൊ അതാണ് കാര്യമല്ലേ? അമ്മ എന്താ എന്റെ ഭാര്യയുടെ അച്ഛനും അമ്മയെ കുറിച്ച് പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല. ഞാനൊരു യഥാർത്ഥം ചോദിച്ചതേ ഉള്ളൂ. എന്താ നിങ്ങൾ പറഞ്ഞത്? യഥാർത്ഥ്യമോ? എന്ത് യഥാർത്ഥം ചോദിച്ചതാ നിങ്ങൾ പറഞ്ഞേ എന്ന് ചോദിക്കാറുണ്ടോ? സച്ചേട്ടാ, വർഷയും ശ്രുതിയൊക്കെ സമ്പാദിക്കുന്ന കാര്യം പറഞ്ഞ് അമ്മ എന്നെ ഓരോന്നൊക്കെ പറയായിരുന്നു. അതൊക്കെ എന്നും എന്നെ പറയാറുള്ളതാ. എനിക്കതൊരു വിഷയമല്ലായിരുന്നു. ഇവർ ചോദിക്കാ നിന്റെ അച്ഛൻ എന്ത് സമ്പാദിച്ചു എന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ 3 മക്കളെ സമ്പാദിച്ചു എന്ന്. അപ്പോഴേക്കും ഈ രാക്ഷസി ചോദിക്കുക സച്ചേട്ടാ എന്നോട്, അത് നിന്റെ അച്ഛൻ്റെ തന്നെയാണെന്ന് എന്താടി ഉറപ്പെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കി സച്ചേട്ടാ, ഞാൻ എങ്ങനെ ക്ഷമിക്കും, എങ്ങനെ സഹിക്കുമെന്ന് ചോദിക്കാണ്. ഇത് കേട്ടപാടെ രവി മുമ്പോട്ട് കയറുന്നുണ്ട്. എന്താ ചന്ദ്ര ഞാൻ കേൾക്കുന്നത്? നീ അങ്ങനെ ചോദിച്ചോ? അത് പിന്നെ ഞാൻ അങ്ങനൊന്നും ഉദ്ദേശമല്ല പറഞ്ഞത്. പക്ഷെ പറഞ്ഞു വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാ. നമ്മുടെ ചന്ദ്രയുടെ കർണക്കുട്ടി നോക്കി ആദ്യമായി രവി ഒരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. നീ എന്താടി പറഞ്ഞത്? എന്ത് വൃത്തിയോടെ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ 3 മക്കളും എന്റേതാണെന്ന് നീയല്ലേ പറഞ്ഞത്? അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും ചന്ദ്ര സച്ചിയുടെയും രേവതിയുടെ മുമ്പില് തല കുടിച്ച് നിൽക്കുന്നുണ്ട്. ഇപ്പൊ നിനക്ക് എന്തുമാത്രം നാണക്കേടുണ്ടായി, എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടായി, എന്തുമാത്രം വിഷമമുണ്ടായി, അത് നിനക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെയാ മറ്റൊരാളെ കുത്തി നോവിക്കുമ്പോഴും അടിക്കുമ്പോഴും തൊഴിക്കുമ്പോഴും അവരെ ഇട്ട് ദ്രോഹിക്കുമ്പോഴും ഒക്കെ അതൊക്കെ തനിക്ക് കിട്ടിയാൽ എങ്ങനെ ഇരിക്കുന്നു കൂടി ആലോചിച്ച് നോക്ക്. അപ്പൊ ആരെ ഉപദ്രവിക്കാനും തോന്നിയാസം പറഞ്ഞൊന്നും തോന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അവളുടെ കവളത്തും കൈ വെച്ചുകൊണ്ട് ചന്ദ്രൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കായിരിക്കും. മിണ്ടിപ്പോവരുത്, നിന്റെ മുഖം കാണുന്ന പോലും എനിക്ക് വെറുപ്പാ. രേവതി മോളോട് അങ്ങനെ പറഞ്ഞെങ്കിൽ നീ മാപ്പ് ചോദിച്ചാൽ മതി. അതല്ലെങ്കിൽ ഞാനും സച്ചി രേവതി ഇനി ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ, അല്ല, നീ പറഞ്ഞ വൃത്തികേടിന് നീ എന്തായാലും രേവതിയോട് മാപ്പ് ചോദിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം നീ എന്റെ ഭാര്യയാണ്. അല്ലെങ്കിൽ ഈ നിമിഷം ഇവിടെ വെച്ച് നമ്മൾ ഇവിടെ നിന്ന് പിരിയാൻ പോവാ. ഞാൻ എന്റെ മക്കളെയും കൂട്ടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവും. എനിക്ക് എന്റെ അമ്മ വീടുണ്ട്, ഞാൻ അവിടെ പോയിക്കോളാം എന്ന് നമ്മുടെ രവി പറയുന്നുണ്ട്. ചന്ദ്ര പറയാണ്, രവിയേട്ടാ, അത് ഞാൻ പിന്നെ അറിയാതൊന്നും അല്ല, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഇവർ സംസാരിച്ചതെന്ന് രേവതി പറയുന്നുണ്ട്. ചന്ദ്രയോട് രവി പറയാണ്, ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, രേവതിയോട് പോയി മാപ്പ് പറയാമെങ്കിൽ മാത്രം നീ പോവുക, ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ ഞാനും എന്റെ മക്കളും ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങിക്കോളാം എന്ന് പറയുന്നുണ്ട്. രേവതി അരികിലേക്ക് ചന്ദ്ര പോയിട്ട് പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്ക്, ഞാൻ അറിയാതെ പറഞ്ഞാണെന്ന്. അപ്പോഴേക്ക് രേവതി പറയാണ്, അറിയാതെ പറഞ്ഞു പോലും നിങ്ങളുടെ നാക്കുണ്ടല്ലോ, അതിനുള്ള ശിക്ഷ ദൈവം തന്നിരിക്കും. ഇത് എന്റെ മനസ്സ് നൊന്ത് ഞാൻ പറഞ്ഞ കാര്യ. നിങ്ങൾ നോക്കിക്കോ, എന്റെ അമ്മയും അച്ഛനെ കുറിച്ച് നിങ്ങൾ പലതവണ പലതും പറഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഞാൻ നിങ്ങളെ വാൺ ചെയ്തതാ. അവരെ കുറിച്ച് മാത്രം ഒന്നും പറയാൻ നിൽക്കരുതെന്ന്. ഞാനത് ക്ഷമിക്കില്ല. കാരണം എനിക്ക് ജന്മം തന്ന് എന്നെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും വലുതാക്കിയത് അവരാ. ആ ഒരു ഓർമ്മ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ ചെയ്യുകയും പറയുന്നതെല്ലാം അനുസരിക്കുകയും ചെയ്യുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾ രാവിലെ വയ്യോളം എന്തുമാത്രം പറയുന്നുണ്ട്, എന്തുമാത്രം പുച്ഛിക്കുന്നുണ്ട്. ഇവരിട്ട് എന്നെ നിങ്ങൾ കഷ്ടപ്പെടുത്തതല്ലേ? ഒരു വേലക്കാരുടെ പോലും കൊടുക്കുന്ന റെസ്പെക്ട്, ബഹുമാനം പോലും നിങ്ങൾ എനിക്ക് തരുന്നില്ല. അതിനും തരം താഴ്ത്തി നിങ്ങളെ കാണുന്നത്. എന്നിട്ട് പോലും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവാതെ, നിങ്ങളെ ഒന്നും പറയാതെ ഞാനിവിടെ കടിച്ചു വാങ്ങി കിടക്കുന്നതേ എന്റെ ഭർത്താവിനോർത്ത് മാത്രമാണ്. അല്ലാതെ പോകാൻ വേറെ ഇടയില്ലാഞ്ഞൊന്നും നിങ്ങൾ ഓർക്കണ്ട. എവിടെ പോയാലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഞാൻ ജീവിക്കും. എന്റെ ദൈവം എനിക്ക് ആരോഗ്യവും ജീവനും നൽകുന്നിടത്തോളം കാലം എന്നും പറഞ്ഞിട്ട് രേവതി അകത്തേക്ക് കയറി പോവാണ്. സച്ചി പറയാണ്, രേവതി പറഞ്ഞത് കേട്ടല്ലോ, ഇനി മേലാൽ നിങ്ങളുടെ വായിന്ന് അങ്ങനെ എങ്ങാനും അവരെ കുറിച്ച് വന്നാലേ എന്റെ കൈനുകൾ നിങ്ങൾ മേടിക്കും എന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. രവിയും അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ചേ എന്ന് വെച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ആകെപ്പാടെ നാണം കിട്ട തോലി വിരിഞ്ഞ് നമ്മുടെ ചന്ദ്രൻ അവിടെ നിൽക്കായിരിക്കും. രവിയുടെ നടിയും കിട്ടി. രേവതിയുടെ മാപ്പും പറയണ്ടെന്നു സച്ചിയും കുറെ തെറി പറഞ്ഞു. അതുപോലെ രേവതിയും അവളെ ഇട്ട് വട്ടം ചുരിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ആകെപ്പാട് ഡെസ്പായിട്ട് നാണം കിട്ട് അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതിയോടുള്ള ചന്ദ്രന്റെ മനസ്സിലുള്ള ആ ഒരു പ്രതികാരം വർദ്ധിക്കാം കേട്ടോ. ഇത്രയും കാലം അവളെ ഇഷ്ടമില്ലെങ്കിൽ, വെറുപ്പാണെങ്കിൽ ഇപ്പോഴുള്ള ദേഷ്യവും കൂടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രേവതി സച്ചിയും പിരിക്കണമെന്നും എങ്ങനെയെങ്കിലും അവളെ പുറത്താക്കണമെന്നും നമ്മുടെ ചന്ദ്ര പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ആ പ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന ഒരു വീഡിയോ അത് അടുത്തുള്ള അപ്ലോഡ് ചെയ്യട്ടോ. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.